ഈ ഹരിഹരൻ പിള്ള അന്ന് ഹാപ്പി അല്ലായിരുന്നു വലിയ കാര്യത്തിൽ. ഹാപ്പി അല്ലാത്ത ഹരിഹരൻ പിള്ളയുമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുമ്പോൾ പടം അത്ര വലിയ വിജയമല്ലായിരുന്നു. പാട്ട് ഏകദേശം ഒക്കെ ഹിറ്റായി. സ്റ്റീഫൻ ദേവസിയുടെ മാജിക്കൽ മ്യൂസിക് എന്ന വലിയ പരസ്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്ത് ജോണി സാഗരിയെ കാണാൻ വേണ്ടി പതിവ് പോലെ ഞാൻ 4 മണിക്ക് വന്നിരിക്കുമ്പോൾ MG ശ്രീകുമാർ വിളിക്കുകയാണ്. പെട്ടെന്ന് മെർമെയ്ഡ് ഹോട്ടലിലേക്ക് വരണം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജാഥയുടെ പാട്ടെഴുതാനാണ് എന്ന് പറയും. ഞാൻ അദ്ദേഹം വിളിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഓടിച്ചെല്ലും. കാര്യം ഭക്തിഗാനങ്ങൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹമായി ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് പ്രിയദർശൻ്റെ വെട്ടം സിനിമയുടെ കമ്പോസിങ് നടക്കുകയാണ്. BR പ്രസാദ് അടുത്തിരിപ്പുണ്ട്. അദ്ദേഹം അവസാന പാട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. ബാക്കിയെല്ലാം എഴുതി. ഈ സിനിമയിലെ ലാസ്റ്റ് സോങ്ങാണ് അദ്ദേഹം എഴുതുന്നത്. അത് ഒരു കാതിലോല ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ പാട്ട് ഒന്ന് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാതിലോല ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ പാട്ട് ആ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതല്ല. അതിനു മുമ്പ് ഞാനും അദ്ദേഹവും കൂടി ചെയ്തൊരു ഓണപ്പാട്ടുണ്ട്, ചിങ്ങമാസം എന്ന് പറഞ്ഞു. ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു ഓണപ്പാട്ട്. ആ ഓണപ്പാട്ടിലെ ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണ് ഒരു കാതിലോല. ആ പാട്ട് തന്നെ വെട്ടത്തിലേക്ക് എടുത്ത് ഒന്ന് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് BR പ്രസാദ്. ആ സമയത്ത് മേനക സുരേഷ് കുമാർ ഏട്ടൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ നേതാവ് നടത്തുന്ന ഒരു ജാഥയുണ്ട്, ആ ജാഥയിൽ ഒരു പാട്ട് വേണം, ട്യൂൺ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ട്യൂണ് എന്നെ കേൾപ്പിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് MG ശ്രീകുമാർ പ്രിയദർശൻ സാറിനോട് പറയുകയാണ്, ഈ സിനിമയിൽ ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ ഏകം കൊടുക്കുക എന്ന് പറയും. അപ്പോൾ പറഞ്ഞു അവസാനത്തെ പാട്ട് പുള്ളി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മറ്റേ വേറൊരു പാട്ടുണ്ടല്ലോ, ആ മുറിയിൽ വെച്ചുള്ള ബഹളം, അത് ഈ കൊടുക്കുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയദർശൻ സാറ് പറഞ്ഞു, നമ്മളൊരാളെ കൊണ്ടുവന്നല്ലേ ഉള്ളൂ ശ്രീകുട്ട, കഴിഞ്ഞ പടത്തിൽ ഒരാളെ കൊണ്ടുവന്നേ, അയാളൊന്ന് രക്ഷപ്പെടട്ടെ, അയാളിതേ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയന് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്തോ അവർ തമ്മിലുള്ള സ്വാതന്ത്ര്യം കൊണ്ടുള്ള ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം പോലെ ഉണ്ടായപ്പോൾ അന്ന് ശ്രീകുട്ടൻ ആ പാട്ട് ഈ കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാമത്തെ പടം കിട്ടുന്നത്. അതിൽ അത്ര വലിയ സിറ്റുവേഷനൊന്നും അല്ലാത്ത ഒരു സിറ്റുവേഷൻ എനിക്ക് കിട്ടി. പക്ഷേ അത് എഴുതിക്കോ രാജീവേ എന്ന് രണ്ടാമത്തെയോ മൂന്നാമത്തെ പടമാണ് BR പ്രസാദിൻ്റെ. അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയോ അങ്ങനെ കാര്യം ഇതിനു മുമ്പുള്ള പല ഗാനരചയിതാക്കളും തങ്ങൾ മാത്രമേ എഴുതൂ, വേറൊരാളെയും പങ്കെടുപ്പിക്കാൻ ഒക്കില്ല എന്ന് ശടിച്ച കാര്യം ഞാൻ ആ സമയത്ത് അവിടെ ചോർത്തു. ചെന്നൈയിലൊക്കെ ഞാൻ 10-12 യാത്ര നടത്തിയിട്ടുണ്ട് ഒരു സിനിമയിൽ പാട്ടെഴുതാൻ. അപ്പോഴൊക്കെ അന്നത്തെ പ്രശസ്തനായ ഒരു ഗാനരചയിതാവ് പറയും, അന്ന് രാജീവിനെ കൊണ്ട് മൊത്തം എഴുതിച്ചു എന്ന് പറഞ്ഞാൽ ഞാനേ മൊത്തം എഴുതുള്ളൂ, രാജീവ് മൊത്തം എഴുതിയാൽ മാർക്കറ്റിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ പറയുന്ന ഗാനരചയിതാക്കൾക്കിടയ്ക്ക് 2-ോ 3-ാമത്തെ പടമാണ്, അതിലൊരു പാട്ട് ഒരാൾക്ക് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല എന്ന വിശാല ഹൃദയം ശ്രീ BR പ്രസാദിനുള്ളത് കൊണ്ട് എനിക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുകയാണ്. അതാണ് ഐ ലവ് യു ഡിസംബർ. ഒരു പ്രിയദർശൻ പടത്തിലെ എല്ലാ പാട്ടുകളും എഴുതാൻ കഴിയുക എന്ന സ്വപ്നം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത ത്യജിച്ചുകൊണ്ട് ഒരാളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള വല്ലാത്ത വിശാല മനസ്കത ഉണ്ടാവുകയാണ് BR പ്രസാദിന്. അങ്ങനെ രണ്ടാമത്തെ പടം വരികയാണ്. ഈ രണ്ടാമത്തെ സിനിമയിലെ പാട്ട് ഇറങ്ങുന്നതിന് മുമ്പേ ഒരു അനുഭവം എനിക്കുണ്ടായി. ആ പാട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എനിക്കൊരു ഫോൺ വരുവാണ്, ഒന്ന് പെട്ടെന്ന് തിരുവനന്തപുരത്ത് വന്നം. ആരാന്ന് ചോദിച്ചപ്പോൾ ഖാദർ ഹസൻ എന്നാണ് എൻ്റെ പേര്, ഞാനൊരു നിർമ്മാതാവാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുന്നു. പടിഞ്ഞാറക്കോട്ടയിൽ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഹാഷ് ബുഷ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, അദ്ദേഹം നടത്തി. അപ്പോൾ അവിടെ ചെന്നു. നമ്മളൊരു CD കൊണ്ടുവന്നിട്ടുണ്ട്, ആ CD കണ്ടുകൊണ്ട് പാട്ട് എഴുതണം. പ്രണയമായി എന്നാണ് നമ്മുടെ പടത്തിൻ്റെ പേര്, ഡബ്ബിംഗ് പടമാണ് എന്ന് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, കാര്യം ഈ ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി, പ്രിയൻ സാറിൻ്റെ പടത്തിൽ പാട്ട് എഴുതിയിട്ട് പോലും കൂടുതൽ അവസരങ്ങൾ വരുന്നില്ല, എന്നാൽ ഡബ്ബിംഗ് ആണെങ്കിൽ ഡബ്ബിംഗ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത് ഒരു മുറിക്കകത്ത് വെച്ച് ഈ CD ഇട്ടിട്ട് കണ്ടിട്ട് എഴുതുകയാണ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. 3-ാമത്തെ സിനിമയുടെ ചരിത്രമാണത്. 3-ാമത് കിട്ടിയൊരു ഡബ്ബിംഗ് പടവുമാണ്. ഇതിൻ്റെ അർത്ഥമൊന്നും അറിയാൻ പാടില്ല. സാധാരണ ഡബ്ബിംഗ് പടത്തിൽ മൂലഭാഷയുടെ അർത്ഥം അനുസരിച്ച് എഴുതുക എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പോൾ കബൂത്തർ ജ എന്ന് പറഞ്ഞാൽ കബോധമേ പോ എന്ന് എഴുതിയല്ലോ ഒരാൾ. അപ്പോൾ മാടപ്രാവേ എന്ന് പറയുന്നതിന് പകരം ഒരു കബോധം എന്നൊരു വാക്ക് അദ്ദേഹം തപ്പിയെടുത്തു. അപ്പോൾ വെച്ച് തന്നെ എഴുതണം, കാര്യം ലിപ് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പടം എഴുതാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്.
എന്തെഴുതണമെന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയമില്ല. എന്നാൽ മൂലഭാഷയിൽ അല്പം കൂടിയൊക്കെ അറിവുള്ള ഒരാളെ അടുത്തിരുത്താമെന്ന് നോക്കിയിട്ട് അത് ഒരു തരത്തിലും ഒക്കുന്നില്ല. പക്ഷേ നമുക്ക് എഴുതാം എന്ന് തീരുമാനിക്കുന്നു. ഐ ആം വെരി സോറി, ഒരു നാദാ ബംഗ സോറി എന്നാണ്. ഉച്ചവരെ ഇരുന്നിട്ട് നാദാ ബംഗ വച്ച് പല രീതിയിൽ നമ്മളിങ്ങനെ ആലോചിച്ചു. കാര്യം കടുത്ത ലിപ് മൂവ്മെൻ്റാണ്, വളരെ ക്ലോസാണ്. എങ്ങനെ ഇത് എഴുതും, ഇതെങ്ങനെ ഒപ്പിച്ചെടുക്കും, വല്ലാതെ ഇത് അവിടുന്ന് ഓടിപ്പോരാൻ തോന്നി. ഇത് വേണ്ട, ഈ പരിപാടി ശരിയാവില്ല, നമുക്ക് മനസ്സിലുള്ളതൊന്നും എഴുതാനൊക്കണില്ല. ഐ ആം വെരി സോറി അങ്ങനെ തന്നെ വച്ചു. ഈ നാദാ ബംഗയ്ക്ക് പകരം എന്ത് പദം ഉണ്ടാക്കിയെടുക്കും. അവസാനം ഞാൻ പുള്ളിയോട് ചോദിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, കറക്റ്റ് ലിപ് മൂവ്മെൻ്റ് അനുസരിച്ചൊരു പദം വരുന്നുണ്ട്, പക്ഷേ അത് ശരിയാവോ, എന്താണെന്ന് വെച്ചാൽ പറയാം. നാല കറക്റ്റാവും. പിന്നെ വച്ചങ്ങോട്ട് 4000 എന്നാക്കിയാലോ, എന്നാൽ അങ്ങനെ വെച്ചോളാൻ പറഞ്ഞു. 4000 എന്നാക്കി. ഐ ആം വെരി സോറി, ഒരു 4000 സോറി, സ്വർണ്ണക്കട്ടി ഞാൻ പാടാം ഒരു സോറി. ഇതെഴുതി വല്ലാത്ത സങ്കടം തോന്നി. കാര്യം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ സിനിമയിൽ എഴുതണമെന്ന് തോന്നിയിട്ട് ഈ 4000 സോറി എഴുതേണ്ടി വന്നല്ലോ എന്ന വല്ലാത്ത വിഷമം. പ്രണയമായ എന്ന് പറയുന്ന ഈ ഡബ്ബിംഗ് പടത്തിൽ 4-5 പാട്ടുകളുണ്ട്. അപ്പോൾ MA-ക്കാരും BA-ക്കാരും തമ്മിലുള്ള റാഗിങ് സോങ് ഉണ്ട്. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുകയാണ്. ആ സമയത്തും ജാഗു ഗൂഗു എന്ന് പറഞ്ഞ് ഭാഷ അറിയാൻ പാടില്ല, എല്ലാം ഊലാണ് തീരുന്നത്. ആ സമയത്ത് നമ്മളിത് എന്ത് ചെയ്യും, എന്തെഴുതണം. അപ്പോൾ ആ സമയത്താണ് എന്നോട് ഖാദർഹസൻ പറഞ്ഞത്, നമ്മൾ അവിടുത്തെ ഭാഷയിലെ അർത്ഥം അനുസരിച്ച് അവിടുത്തെ കാര്യങ്ങൾ എഴുതിയാൽ പലപ്പോഴും ഏച്ച് കെട്ടിയിട്ട് മുഴച്ചിരിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് തോന്നുന്ന എഴുതാം, ഇവിടെ എന്താണ് അതുപോലെ എഴുതാം. അപ്പോൾ നായിക ഒരു വണ്ണമുള്ള ഒരു നായികയാണ്. ആ നായിക ഐസ്ക്രീമും കൊണ്ട് നടക്കുമ്പോൾ നായകൻ എന്തോ പറയുന്നുണ്ട്, നമുക്കിവിടെ എന്ത് ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഐസ്ക്രീമും കഴിച്ച് നടന്നാൽ നീ ഇങ്ങനെ തടി വയ്ക്കും, നീ ഇപ്പം തന്നെ നല്ല തടിച്ചാണല്ലോ എന്നുള്ള അർത്ഥം വെച്ച് കാച്ചാൻ പറഞ്ഞു. അങ്ങനെയാണ് ഐസ്ക്രീമിനെ മുത്തി നുണഞ്ഞാൽ ഹൈ സ്പീഡിൽ ഗുണ്ടുമണി നീ ഡയറ്റിങ്ങിലെ സ്ലിമ്മായിടൂ മോളേ എന്നെഴുതിയത്. പ്രണയമായി വലിയ ഹിറ്റായതിന് ശേഷം ഈ ഹരിഹരൻ പിള്ളയ്ക്കില്ലാത്ത ഖ്യാതി പ്രണയമായെന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടി. അത് വലിയൊരു സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഖാദർഹസൻ പറഞ്ഞു, നമുക്ക് വേറൊരു CD കിട്ടിയിട്ടുണ്ട്, ഒരു പുതിയ പയ്യൻ അഭിനയിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പതിവ് മുറിയിൽ ഞങ്ങൾ ഇരിക്കുവാണ്. അല്ലു അർജുൻ എന്ന് പറയുന്ന ആളെ അന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അല്ലു അർജുൻ എന്ന് പറഞ്ഞൊരു പയ്യൻ നന്നായി അഭിനയിച്ചൊരു പടമാണ്. ഈ പടവും നമ്മൾ എടുത്തിരിക്കുകയാണ്, വലിയ പൈസയൊന്നും മുടക്കേണ്ടി വന്നിട്ടില്ല, ഇതും ചിലപ്പം അതുപോലെ വിജയിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുവന്നു. അത് ഇട്ടു. അതിലെ പാട്ടുകളും അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള രീതിയിൽ എഴുതാം എന്ന് തീരുമാനമെടുത്തു. പ്രണയമായിലെ പാട്ടുകളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്ത പോലെ തന്നെ ഈ പാട്ടും നമുക്ക് തോന്നുന്ന പോലെ എഴുതാം, മൂലഭാഷയിൽ എന്താണെന്ന് ചിന്തിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഏതോ പ്രിയ രാഗം മൂളി ഞാൻ. ഇപ്പോഴും ക്യാമ്പസിലൊക്കെ ആ പാട്ട് ഒരുപാട് ഏറ്റുപാടുന്നുണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ നമ്മുടെ റീൽസിലൊക്കെ ഇത് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. 10-24 വർഷം മുമ്പ് എഴുതുകയാണെങ്കിലും ഏതോ പ്രിയ രാഗം മൂളി ആ പാട്ടൊക്കെ വളരെ വൈകാരികമായിട്ട് ആൾക്കാർ കൊണ്ടാടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ പാടുപെട്ടും ഒരുപക്ഷെ ഭാഷ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ലിപ് മൂവ്മെൻ്റ് അനുസരിച്ചുള്ള സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ടും ഒക്കെ എഴുതിയതാണെന്ന് പലർക്കും അറിയില്ല. ഈ ഡബ്ബിംഗ് പടത്തിൽ പാട്ടെഴുതി തുടങ്ങിയപ്പോൾ ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഒരുപാട് ഡബ്ബിംഗ് പടത്തിലെ അവസരങ്ങളിങ്ങനെ കടന്നു വന്നു. പക്ഷെ അത് കൂടുതൽ ദോഷം ചെയ്തു. കാര്യം സിനിമയിൽ അവസരം കിട്ടാതായി. ഡബ്ബിംഗ് പടത്തിലെ പാട്ടെഴുത്തുകാരനാണെന്നുള്ള ഒരു വല്ലാത്ത ഖ്യാതി സിനിമയിൽ പാട്ടെഴുതാൻ തടസ്സമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ രാജസേൻ സാറിനെ കാണുന്നത്. സാറിനെ ഇതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നത് 90കളുടെ ആദ്യം ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ചേർത്തലയിൽ വരുമ്പോഴാണ്. സിനിമയുടെ പേര് കടിഞ്ഞൂൽ കല്യാണം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് കാണുന്നതിന് മുമ്പ് ഇവരെ കണ്ടിട്ടുണ്ട്, ഈ താരങ്ങളെയും എല്ലാം കണ്ടിട്ടുണ്ട്, ജയറാമിനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചു, ഈ സിനിമയിൽ പാട്ടെഴുതാനാവുമോ? അതെനിക്ക് 18 വയസ്സേ ഉള്ളൂ. ഈ മനസ്സിലെ ആഗ്രഹം. അപ്പോൾ പറഞ്ഞു, മോനെ അങ്ങനെയല്ല,
ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ പാട്ടിൻ്റെയൊക്കെ റെക്കോർഡിങ് കഴിയും. ഇതിൽ പാട്ട് കേൾക്കുന്നത് ബിച്ചു തിരുമലയാണ്, രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതമാണ് എന്ന് പറഞ്ഞിങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ രാജസേനൻ ചേട്ടൻ്റെ പടത്തിൽ ഒരു പാട്ടിങ്ങനെ എഴുതണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തെ കാണുന്നു. നമുക്കൊരു പടത്തിൽ എഴുതാം എന്ന് പറയുന്നു. പക്ഷേ അത് വെറും പറച്ചിലാണെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അദ്ദേഹം കനകസിംഹാസനം എന്ന് പറയുന്ന നാടകക്കാരുടെ കഥ സിനിമ ആക്കുന്ന സമയത്ത് എന്നെ ഓർത്തു. അത് വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു. അപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു നല്ല ഒരു ഹോട്ടലിൽ അദ്ദേഹമായിട്ട് ഇരുന്നു. നാടകീയ മുഹൂർത്തമാണ്. നായകൻ ദുഷ്യന്തനായിട്ടും നായിക ശകുന്തളയായിട്ടും അഭിനയിക്കുകയാണ്. ആ സമയത്ത് ഒരു പാട്ട് വേണം എന്ന് പറയും. അപ്പോൾ പലവട്ടം ശ്രീ എം ജയേന്ദ്രനുമായിട്ട് ട്യൂണിട്ടു. അപ്പോൾ എം ജയേന്ദ്രനും ഞാനും കൂടി സഹകരിക്കുന്ന ആദ്യത്തെ സിനിമയാണത്. ശേഷം ഒരു 10-30ഓളം സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എം ജയേന്ദ്രനെ അതിനു മുമ്പ് മഹാമായ എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ സഹകരിച്ച പരിചയമേ ഉള്ളൂ. സംവിധായകനുമായിട്ട് കൂടുതൽ വലിയ ആത്മബന്ധമൊന്നുമില്ല. അതിൻ്റേതായ എല്ലാ അപരിചിതത്വവും നമ്മളെ അലട്ടുന്നുണ്ട്. ആ സമയത്താണ് ഈ പാട്ട് നമുക്ക് ദാസേട്ടനെ കൊണ്ട് പാടിക്കണം, ട്യൂൺ ഇടുന്നതിന് മുമ്പേ സേനൻ പറഞ്ഞു. അപ്പോൾ ഈ സംവിധായകൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനാണ് ഗാനഗന്ധർവൻ. അദ്ദേഹം പിന്നെ ശ്രീ രാജസേനൻ ട്യൂൺ ചെയ്ത പാട്ട് പോലും പാടിയിട്ടുണ്ട് ഗാനഗന്ധർവൻ. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഗാനഗന്ധർവൻ ഒരു സ്ഥിര സാന്നിധ്യമാണ്. അപ്പോൾ യേശുദാസും ജാനകിയും പാടും എന്ന് പറഞ്ഞാൽ, അപ്പോൾ ജാനകിയമ്മയും ദാസാറും പാടുന്ന ഒരു പാട്ട് എഴുതാൻ പോകുന്നു എന്നുള്ള വല്ലാത്ത ഒരു സന്തോഷവും വല്ലാത്ത ഒരു ഇതും മനസ്സിലുണ്ട്. ആ സമയത്ത് ഒരുപാട് ചിന്തിച്ചു എന്തെഴുതണം. അപ്പോൾ നമുക്ക് പഴയ 40 വർഷം മുമ്പ് പിറന്ന ഒരു പാട്ടിൻ്റെ ഒരു ഛായ ഈ സിനിമയിൽ ഉണ്ടാവണം തീരുമാനിക്കുകയാണ്. അതായത് ശകുന്തളയിലെ വയലാർ സാർ എഴുതിയ പാട്ട്, ദേവരായ മാഷിൻ്റെ ഈണത്തിൽ എഴുതിയ പാട്ടുകളുടെ ഒരു ഛായ ഈ പാട്ടിലുണ്ടാവണം. അതിൻ്റെ ബീജിയൊക്കെ ഏകദേശം അതുപോലെ ആയിരിക്കണം. ആ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം എന്നിങ്ങനെ തീരുമാനിച്ചു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. രാവിലെ ഒരു 8 മണിക്ക് ഇരുന്നു. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ട്യൂൺ വെറുതെ ഇങ്ങനെ തനനനാ തനനനാ എന്ന് പോയി. അപ്പോൾ ശകുന്തളെ അല്ല, നമുക്ക് ആദ്യം പ്രിയതമേ എന്ന് വയ്ക്കാം എന്ന് എം ജയേന്ദ്രൻ പറയുകയാണ്. എം ജയേന്ദ്രൻ പറഞ്ഞു നമുക്ക് ഇത് ആദ്യം ശകുന്തള എന്ന് വയ്ക്കാം, അല്ലെങ്കിൽ പ്രിയതമേ എന്ന് വയ്ക്കാം. അവസാനം ഒരു തീരുമാനമെടുത്തു, ആദ്യം പ്രിയതമേ എന്ന് ഫിക്സ് ചെയ്യാം. രണ്ടിനും ഒരേ മീറ്ററാണ്. പ്രിയതമേ, ശകുന്തളെ, ഏത് പദം വേണമെങ്കിലും ആദ്യം വയ്ക്കാം. ഏതാണ് അപ്പോൾ ശകുന്തളയെന്ന് തുടങ്ങണ്ട, പ്രിയതമേന്ന് തുടങ്ങാം എന്ന് പറയും. ഏറ്റവും സന്തോഷകരമായ കാര്യം, മനസ്സിൽ തോന്നുന്ന എല്ലാ വലിയ പദങ്ങളും നല്ല പദങ്ങളും ഒരു ഗാനരചയിതാവ് സ്വപ്നം കാണുന്ന ഏറ്റവും നല്ല പ്രൗഢഗംഭീരമായ എന്തൊക്കെ പദങ്ങളുണ്ടോ അതൊക്കെ ഇതിൻ്റെ അകത്ത് വയ്ക്കാം. നമുക്ക് ഒരു തരത്തിലും ഇത് വേണ്ട. ഒരു ഗാനരചയിതാവിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഈ പാട്ടിൽ പൂണിഞ്ഞോട്ടെ. സാധാരണ കുറേ ഡബ്ബിംഗ് പടത്തിലൊക്കെ എഴുതി മോശമായിരിക്കുമല്ലേ എന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രിയതമേ ശകുന്തളെ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ എന്നെഴുതി. വല്ലാതെ സന്തോഷം. എന്തോ ഒരു ഗമയുള്ളൊരു ഒരു വരി കിട്ടിയല്ലോ എന്നൊക്കെ സന്തോഷിച്ചു. പക്ഷേ ഈ സിനിമയിൽ ഈ പാട്ടുണ്ടാവുമ്പോഴും ശാകുന്തളത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, വൈകാരികതയൊക്കെ ഈ പാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ വരുത്തണമെന്ന് തീരുമാനിച്ചിട്ട് ഈ ട്യൂണിൽ ഇതൊന്നും വരുന്നില്ല. ആ സമയത്തുള്ളൊരു വല്ലാത്തൊരു വെപ്രാളം കൂടിയുണ്ട്. ആ പാട്ടിൻ്റെ അവസാനത്തെ വരി ഓർമ്മകളെല്ലാം ചന്ദന വിരലിൽ മോതിരമായണിയാം എന്നാണ്. ഓർമ്മകളെല്ലാം ചന്ദന വിരലിൽ മോതിരമായണിയാം എന്നാണ്. അപ്പോൾ പിന്നീട് ഈ പാട്ടിൻ്റെ അവതാരിക, എൻ്റെ സമ്പൂർണ്ണ ഗാനസമാഹാരത്തിൻ്റെ അവതാരിക എഴുതാൻ വേണ്ടി ONV സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാറിത് വായിച്ചിട്ട് ഈ വരി അസലായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് ശാകുന്തളത്തിലെ ആ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റുവേഷൻ, ദുഷ്യന്തൻ തൻ്റെ മോതിരം ശകുന്തളയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ മോതിരം കളഞ്ഞു പോയാൽ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ആ മോതിരം
അതുപോലെ നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ശാകുന്തളത്തിൻ്റെ ഏറ്റവും വൈകാരികമായ മുഹൂർത്തം. അത് ഈ സിനിമാ പാട്ടിൽ 2 വരിയിൽ വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എപ്പോഴും മനസ്സിൽ സന്തോഷം തോന്നും. അപ്പോൾ ജാനകിയമ്മ പാടണം, ദാസേട്ടൻ പാടണമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ജാനകിയമ്മ ആ സമയത്ത് കിട്ടിയില്ല. എന്തോ വിദേശ യാത്രയിലായിരുന്നു ആ സമയത്ത് ജാനകിയമ്മ. അങ്ങനെയാണ് സാക്ഷാൽ യേശുദാസും കെ ചിത്രയും ഈ പാട്ട് പാടുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു പാട്ട് സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ ചന്തി ഇങ്ങനൊരു പാട്ട്. അപ്പോൾ ഈ പാട്ട് വളരെ കൊഞ്ചിക്കൊഴിഞ്ഞുള്ള പാട്ടാണ്. ഈ പാട്ടിൽ ഒത്തിരി വട്ടം ഇത്തരം സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അതുപോലെ പദപ്രയോഗങ്ങൾ ഇതിനുണ്ടാവരുത്. വല്ലാത്തൊരു വെല്ലുവിളിയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നത്. ഇതുപോലൊരു സിറ്റുവേഷൻ ഒത്തിരി സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകാവുന്ന പദപ്രയോഗങ്ങൾ ഇതിലുണ്ടാവരുത് എന്ന് ഒരാൾ നിർദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള മാനസിക ഭാരം നമ്മളെ വല്ലാതെ അലട്ടും. ആ സമയത്ത് എന്തെഴുതും, എങ്ങനെ ഇത് കലാശിക്കും എന്നൊക്കെ. മൂന്നാമത്തെ ഒരു പാട്ടാണ് അഴകാർന്ന നീലമയിലേ എന്ന പാട്ട്. അപ്പോൾ ഈ പാട്ട് ഒരു പുതുമുഖത്തെ കൊണ്ട് പാടിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. കാര്യം സാക്ഷാൽ യേശുദാസുണ്ട്, കെ എസ് ചിത്രയുണ്ട്, സുജാത ചേച്ചിയുണ്ട്. ഇനിയൊരു ഒരു പുതിയ ഒരു ഗായകനെ നമുക്ക് അവതരിപ്പിക്കാം. അങ്ങനെയാണ് സംവിധായകനായ ശ്രീ രാജസേനൻ്റെയും സംഗീത സംവിധായകനായ എം ജയേന്ദ്രൻ്റെയും താല്പര്യപ്രകാരം ശങ്കരൻ നമ്പൂതിരി ഈ പാട്ട് പാടുന്നത്. ശങ്കരൻ നമ്പൂതിരി ഈ പാട്ട് പാടാൻ വേണ്ടി അദ്ദേഹം ചെന്നൈയിലൊരു കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോള് പോകുന്നത്. അപ്പോൾ ചെന്നൈയിലെ കച്ചേരി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വരാമെന്ന് പറയുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നു. എന്നിട്ട് ഈ പാട്ട് കേൾക്കുന്നു. ഒത്തിരി വട്ടം ശ്രീ എം ജയേന്ദ്രൻ ശങ്കരൻ നമ്പൂതിരിയെ പാട്ട് പഠിപ്പിച്ച് നല്ലപോലെ പദം വരുത്തിയതിന് ശേഷമാണ് സ്റ്റുഡിയോയിൽ കയറുന്നത്. ഈ ചേർത്തലയിലെ ലൈബ്രറിയിൽ ഒരു 4 മണിയാകുമ്പോൾ സാധാരണ പോയിരിക്കാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിറച്ച് ബുക്കുകളാണ്. അതുമാത്രമല്ല ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ ധാരാളിത്തം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരു ലൈബ്രറിയാണ്. പലരും സ്പോൺസർ ചെയ്യുന്ന ഒരുപാട് ബുക്കുകൾ. അപ്പോൾ ഇതിങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ചെന്നൈയിൽ നിന്ന് ഒരു കോൾ വരികയാണ്. റഹ്മാൻ്റെ ഓഫീസിൽ നിന്നാണ് എന്ന് പറയും. റഹ്മാൻ്റെ ഓഫീസിൽ നിന്നാണ്, പെട്ടെന്ന് വരണം, ചെന്നൈയിലേക്ക് വരണം എന്ന് പറയുന്നത്. എനിക്ക് ആരോ കളിയാക്കിയതായിട്ടാണ് ആ സമയത്ത് തോന്നിയത്. എന്നെ എന്തിനാണ് വിളിക്കുന്നത്? അപ്പം ഞാൻ ശ്രീ ജോണി സാഗരിയെ, ആകപ്പാടെ നമുക്ക് വൈകാരികമായി ബന്ധമുള്ള ആത്മബന്ധമുള്ള ഒരാളെന്ന് പറയുന്നത് ജോണി സാഗരിയാണ് സിനിമയിൽ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചിട്ട് പോലെ ചെന്നൈയിൽ നിന്ന് ഒരു കോള് വന്നിട്ടുണ്ട്, ഇന്ന നമ്പറിൽ നിന്നാണ്. ഞാൻ അന്വേഷിക്കാടോ എന്ന് പറഞ്ഞു. ഒരു 1/4 മണിക്കൂറിന് ശേഷം പറഞ്ഞു, അത് റഹ്മാൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് കേട്ടോ, നോയൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നോയലാണ് വിളിച്ചിരിക്കുന്നത്, റഹ്മാൻ്റെ മാനേജരാണ്. ഏതായാലും താൻ കയറിപ്പോ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു വിമാനയാത്ര നടത്തുകയാണ്. അത് 2007 2007 ചെന്നൈയിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ പഞ്ചതൻ സ്റ്റുഡിയോയിൽ പോകുന്നു. അപ്പോൾ നോയൽ വന്നു ആദ്യം പറഞ്ഞു, ഇത് താജ്മഹൽ ലോക മഹാത്ഭുതങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്തു പോകാൻ പോവാണ്. വേറെ പലതും ലോക മഹാത്ഭുതങ്ങളുടെ പട്ടികയിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് അത്ഭുതമാണ്, ഇതിനേക്കാൾ വലിയ അത്ഭുതമുണ്ട്. അതുകൊണ്ട് ലോക മഹാത്ഭുതങ്ങളുടെ ഒരു പുനർനിർണയത്തിന് വേണ്ടിയുള്ളൊരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് താജ്മഹൽ തന്നെയാണ് എല്ലാ കാലവും എന്നുള്ള ഒരു സന്ദേശം സമർപ്പിക്കുകയാണ് റഹ്മാൻ. ആ സന്ദേശം 4 ഭാഷകളിലെ 4 പാട്ടാണ്. അപ്പോൾ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിൽ പാട്ടെഴുതാൻ ആ ഭാഷകളിലെ ഏറ്റവും പ്രിയപ്പെട്ട കവികളൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഞാനങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ചോദിച്ചു, അത് എന്നെ ആരാണ് നിർദ്ദേശിച്ചത്, എൻ്റെ പേര്. എനിക്ക് അത്ഭുതം തോന്നിയത് ഇത്രയും വലിയ കവികളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ എന്നെ ആരാണ് ഓർത്തത് എന്ന്. അപ്പോൾ പറഞ്ഞു, ഒരു ഹിന്ദി പാട്ട് പാടാൻ ചിത്ര ചേച്ചി കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റുഡിയോയിൽ വന്നിരുന്നു. അപ്പോൾ മലയാളത്തിൽ സാക്ഷാൽ ONV സാറിനാണ് നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്ന് എഴുതി പോകും, നല്ലപോലെ എഴുതും എന്ന് ചേച്ചി പറഞ്ഞതുകൊണ്ട് വിളിച്ചതാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അവസരമാണ്. ഈ റഹ്മാനെ കാണാൻ പോകുന്ന ഈ പോക്കുണ്ടല്ലോ, പാട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹമായിട്ടൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ ശ്രീ രാഹുൽ രാജ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറെ വിളിച്ച് പറഞ്ഞു,
ഞാൻ AR റഹ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ സ്റ്റുഡിയോയിൽ എത്തുന്നതിന് മുമ്പേ താഴെ ഒരു സ്റ്റുഡിയോ, താഴെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സാധാരണ സ്റ്റുഡിയോ ഉണ്ടല്ലോ, സാധാരണ സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോയിലെ ആളോട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് മുകളിൽ റഹ്മാനുമായിട്ട് 2-3 ഫോട്ടോ എടുത്തു തരണം. പാട്ടെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള യാതൊരു ആശങ്കയില്ല. അദ്ദേഹവുമായിട്ട് ഞാൻ സ്റ്റുഡിയോയിലേക്ക് കയറി ചെല്ലുകയാണ്. തുരുതുര ഫോട്ടോ എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ആകപ്പാടെയുള്ള ഫോട്ടോകൾ ആ ഫോട്ടോയാണ്. എന്തിനാണ് വന്നതെന്ന് പോലും അറിയാൻ പാടില്ലാതെ ഫോട്ടോ എടുക്കുന്നു. AR റഹ്മാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. അദ്ദേഹം വളരെ ക്ഷമയോടെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരാളുടെ ആഗ്രഹം സാധിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിന് ശേഷമാണ് ഞാൻ പറയുന്നത്, ഇന്നലെ രാജീവ് ആലങ്കലാണ്, ഇങ്ങനെ നോയൽ ഇന്നലെ വിളിച്ചിരുന്നു, ഞാൻ ഇങ്ങനെ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കൂ എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഒരുപാട് നന്നായിട്ട്, ഒരുപാട് നല്ല പോലെ താജ്മഹലിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ലോകത്ത് ഇനി എന്തൊക്കെ അത്ഭുതങ്ങളുണ്ടെങ്കിലും പ്രണയത്തിൻ്റെ വല്ലാത്ത മങ്ങാത്ത സ്മാരകമാണ് താജ്മഹൽ. അത് ലോകത്തെ അറിയിക്കണം. ലോകത്തെ അറിയിക്കാൻ മലയാളത്തിൽ താങ്കളെയാണ് ഞങ്ങൾ നിർദ്ദേശിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ടായൊരു സംഭവം, നമ്മുടെ മലയാളം ചാനലുകളൊന്നും അത് കവർ ചെയ്യാനില്ല. റഹ്മാൻ്റേതായതുകൊണ്ട് ലോകത്തെ വലിയ വലിയ ചാനലുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്ത പേടി. ഇംഗ്ലീഷിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. മറ്റ് ഭാഷകളിൽ ഉള്ള കവികളൊക്കെ അടുത്തിരിപ്പുണ്ട്, അവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോൾ തമിഴിൽ എഴുതുന്നയാൾ എന്നോട് പറയുകയാണ്, പേടിക്കണ്ട, എനിക്കും തമിഴ് മാത്രമേ അറിയാവുള്ളൂ. നമ്മൾ തമിഴിൽ തന്നെ സംസാരിച്ചാൽ വൈകാരികമായ ഒരാളോട് ആശയം സംവദിക്കാനാവും. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി എടുത്തോളും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരാൻ മാതൃഭാഷ നമുക്ക് സഹായകമാകും. മറ്റൊരു ഭാഷ അറിയാമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഷയിൽ തന്നെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ തമിഴകത്തിൻ്റെ ഭാഷാപ്രേമം ആ സമയത്ത് ഞാൻ അനുഭവിച്ചു. റഹ്മാനുമായിട്ട് 3 ദിവസമാണ് ആ പാട്ടുമായി ഇരുന്നത്. അപ്പോൾ പലരും പല രീതിയിൽ റഹ്മാൻ്റെ ഒരു ട്യൂണിലാണ് 4 പാട്ടും. ഇത് AR റഹ്മാൻ പാടി അഭിനയിക്കുകയാണ് താജ്മഹലിൻ്റെ മുമ്പിൽ. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഋതുസുന്ദരികൾ വഴിമാറും, കാലം പല പല ഗതി തേടും, ചില രംഗങ്ങൾ ഓർമ്മയിലാറാടും എന്നാ ട്യൂണിൽ എഴുതി. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. എന്താണ് ഋതുസുന്ദരികൾ എന്ന് ചോദിച്ച എന്നോട്, എന്താണ് എൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞു, കാലം ഇനി ഒരുപാട് മാറും, പല രീതിയിൽ നമ്മുടെ ജീവിതം മാറും. അപ്പോഴൊക്കെ പ്രണയത്തിന് മാറ്റം ഉണ്ടാവില്ല. പ്രണയത്തിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ തരത്തിലുമുള്ള വിചാരങ്ങളുടെ ഒരു രൂപമാണ് താജ്മഹൽ എന്ന് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് മതി. അപ്പോൾ നമ്മൾ എഴുതിയ അർത്ഥം അറിഞ്ഞിട്ട് അതിനെ എഴുതിയ ആളുടെ മാനസികാവസ്ഥയും എഴുതിയ ആളുടെ വികാരങ്ങളെയും മനസ്സിലാക്കിയെടുത്തിട്ട് അത് അംഗീകരിക്കാനുള്ള ഒരു വിനയബുദ്ധി, ഒരു വിചാരബുദ്ധി, സ്നേഹബുദ്ധി ഒക്കെ ഉള്ള ഒരു വലിയ സംഗീത സംവിധായകനാണ് AR റഹ്മാൻ. അദ്ദേഹമായിട്ട് 2-3 ദിവസം ചിലവഴിച്ചതും ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മയാണ്. അപ്പോൾ ഒരു ദിവസം ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയുമായിട്ട് ശിവഭക്തി ഗാനങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണ്. അദ്ദേഹം ആ ആൽച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കാലിൽ മറ്റൊരു കാലിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടെ നിന്ന് വരുന്നു, എന്താ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞിട്ട് വരികയാണ്, 2 പാട്ട് എൻ്റെ കൂടി ആ കാസറ്റിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരുന്നു, കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ 2 പാട്ടിൻ്റെ താള് ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈ നീട്ടി. അപ്പം അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞ വാക്ക്, തന്നെ കണ്ടിട്ടല്ല എഴുന്നേറ്റത്, തൻ്റെ കയ്യിൽ സാക്ഷാൽ സരസ്വതി ഉണ്ട് എന്നാണ്.